എന്താണെന്നറിയോ, ഇന്ന് നമ്മുടെ ചൂട് ചൂട് ഈ തണുപ്പത്ത് കഴിക്കാനായിട്ട് നമുക്ക് കുറച്ച് നോൺ വെജ് ഒക്കെ ഉണ്ടെങ്കിൽ ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പം ഞാൻ ഇവിടെ എൻ്റെതായ രീതിയിൽ ഞങ്ങളിവിടെ ഉണ്ടാക്കുന്ന വെരി ടേസ്റ്റിയായ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നതും നമ്മുടെ പിന്നെ പച്ചത്തേങ്ങ അല്ല കേട്ടോ, ഉണങ്ങിയ തേങ്ങയില്ലേ, ഉണങ്ങിയ തേങ്ങ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ, വരൂ. എൻ്റെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പുക വരുന്നുണ്ട് കേട്ടോ. നല്ല മെഹന്തി, നമ്മുടെ ഉലുവപ്പൊടിയുടെ ഇലയില്ലേ, അതൊക്കെ ഇട്ടിട്ടാണ് വെച്ചിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇതുപോലെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, നല്ല തിക്കായിട്ട് ഇത് കണ്ടോ. അത് ആ മെഹന്തി ഇലയുടെ നമ്മുടെ ഉലുവ ഇലയില്ലേ, അതിൻ്റെയൊക്കെയാണ് ഈ കാണുന്നത്. ഇത് നമുക്ക് പൂരിക്കും ചപ്പാത്തിക്കും ബിരിയാണിക്കൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉള്ളി ഇടാം, കുറച്ച് മതി. കുറച്ച് ഉള്ളിയും കുറച്ച് പച്ചമുളകും പിന്നെ കുറച്ച് കരിവേപ്പില ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇത് നല്ലപോലെ കഴുകി വെച്ചാണ്. 1 കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഉള്ളിയൊക്കെ നല്ലപോലെ വഴഞ്ഞിട്ടുണ്ട്. നമുക്ക് ചിക്കനകത്ത് ഇട്ട് കൊടുക്കാം. ഒന്ന് കുറച്ച് ഒരു 5 മിനിറ്റ് അങ്ങനെ നിന്ന് വേകട്ടെ കേട്ടോ. അതിന് വെള്ളമൊക്കെ കുറച്ച് ഇനി പറ്റണം. പക്ഷേ വെള്ളം പറ്റി വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ എന്താ നമ്മൾ ചെയ്യുന്നറിയോ, ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ചിക്കനുള്ള എക്സ്ട്രാ വെള്ളം വെക്കില്ല, അതൊക്കെ നല്ല പറ്റിയിട്ട് ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് തിന്നാൻ നല്ലൊരു ഞാൻ കുറച്ച് ഹാഫ് ബോയിലായി കഴിഞ്ഞ് മാത്രമേ മസാലകളൊക്കെ ഇടുള്ളൂ. ഇതൊക്കെ നല്ലപോലെ വെള്ളം പറ്റട്ടെ. കുറച്ച് ഇതിനകത്ത് വെള്ളം കണ്ടോ, ഈ വെള്ളമൊക്കെ നല്ല പറ്റിയാൽ മാത്രമേ ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കണ്ടതല്ല ഇങ്ങനെ പറ്റി വരുന്നുണ്ട് കേട്ടോ. ഏകദേശം വെള്ളം പറ്റി വന്നിട്ടുണ്ടേ. ഇത് കണ്ടോ, നോക്കി പൊട്ടും വെള്ളമില്ല. കണ്ടോ, നിങ്ങൾക്ക് കാണാമല്ലോ. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഉപ്പ്. നമ്മളെന്തെന്നറിയാം ഇപ്പോൾ ഉപ്പിടുന്നത്, വെള്ളമൊക്കെ പറ്റി കഴിയുമ്പം നമ്മുടെ ഈ ചിക്കനിലേക്ക് ഉപ്പൊക്കെ നല്ലപോലെ പിടിക്കും. അപ്പോൾ കുറച്ച് ഉപ്പിടാവുള്ളൂ ആദ്യം. അത് കഴിഞ്ഞ് നമുക്ക് മസാലയൊക്കെ ഇടുമ്പോൾ ഉപ്പിടാം. നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. നമുക്ക് മസാല റെഡിയാക്കാം. പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. സോറി വെളിച്ചെണ്ണയല്ല, ഓയിലാണേ. ചൂടായിട്ടുണ്ട്. നമുക്ക് കറുവപ്പട്ട, 2-3 ഗ്രാമ്പു നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉള്ളി ഇടാം. നല്ലപോലെ വഴണ്ട് വരട്ടെ. വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിനകത്ത് കുറച്ച് വെളുത്തുള്ളി ഞാൻ അങ്ങനെ ഇട്ടിരിക്കുക കേട്ടോ. കുറച്ച് ഇഞ്ചി. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് പെപ്പർ ഇടാം കേട്ടോ. കാശ്മീരി ചില്ലി പൗഡറാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നല്ല കളർ വരാനായിട്ടാണ്. നല്ലപോലെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ലപോലെ വെണ്ണയിൽ ഇങ്ങനെ ഇളകുമ്പോൾ ഉണ്ടല്ലോ നല്ല കളർ വരും. ഇതുണ്ടോ, ഇപ്പം തന്നെ കാണാൻ പറ്റും നല്ല കളറുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ചില്ലി പൗഡർ നിങ്ങളുടെ ആവശ്യത്തിന് നോക്കിയിടണം കേട്ടോ. എനിക്ക് ചേരുവുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ലപോലെ നമുക്കിങ്ങനെ വഴറ്റാം. ഒരു 1 സ്പൂൺ മല്ലിപ്പൗഡർ അധികം വേണ്ട കേട്ടോ. 1.5 സ്പൂൺ മതി. ഇത് നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. എന്താണെന്നറിയോ, എൻ്റെ ഇമ്പോർട്ടൻ്റ് റെസിപ്പി എന്താണെന്ന് വെച്ചാൽ ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഉണങ്ങിയ തേങ്ങ. ഇത് കണ്ടോ, ഇത് പച്ചയല്ല കേട്ടോ, ഇത് കണ്ടോ ഉണങ്ങിയതാണ്. ഇത് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇനി ഒന്ന് ഫ്രൈ ആവണം. തേങ്ങയൊക്കെ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. നമ്മളിത് ഈ ഉണങ്ങിയ കൊಬ್ಬരി ഇടുന്നത്, ഇതിടുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ചിക്കന്. ഇനി എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മല്ലിയില ഗാർണിഷും ചെയ്യാം, ഇങ്ങനെ ഇടാം.
നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മൾ ഫ്രൈ ചെയ്ത തേങ്ങയും ഉള്ളിയും ഇതെല്ലാം കൂടി നമുക്ക് എന്താ പറയുക ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഇത് ഞാൻ മല്ലിയില അരിഞ്ഞ പാത്രം ആയതുകൊണ്ടാണ്. ഒന്ന് ചൂടാറിയിട്ട് നമുക്ക് ഗ്രൈൻഡ് ചെയ്തിട്ട് വരണം ഈ മസാലയെല്ലാം. മസാല എല്ലാം ഈ ജാറിലേക്ക് മാറ്റാം കേട്ടോ. മസാല എല്ലാം നല്ലപോലെ അരച്ച് വന്നിട്ടുണ്ട്. നല്ലപോലെ അരഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ആ മല്ലിയിലയുടെ ഒക്കെ നല്ല സ്മെല്ല്. അപ്പം എല്ലാം കൂടെ നമുക്ക് നമ്മുടെ ചിക്കനിലേക്ക് ഒഴിക്കാം കേട്ടോ. ജാറൊക്കെ കഴുകി ഒഴിക്കണം, ഒന്നും വേസ്റ്റ് ചെയ്യല്ലോ കേട്ടോ. ജാറൊക്കെ നല്ലപോലെ കഴുകി ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. കണ്ടോ, അരപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് എത്ര വെള്ളം വേണോ അതനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ചുള്ളവർക്ക് നല്ല കട്ടിയായിട്ടിരിക്കുന്നതല്ലേ ഇഷ്ടം. എനിക്കും കുറച്ച് ഗ്രേവി ഉള്ളതാണ് ഇഷ്ടം കേട്ടോ. ഒത്തിരി വെള്ളമുള്ളത് ഇഷ്ടമല്ല. അപ്പം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചൂടുവെള്ളമാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ. ഞാൻ ചൂടാക്കിയില്ല വെള്ളം. ഇത്ര മതി. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഇനി മൂടി വെച്ച് വേവിക്കാം. ഓൾറെഡി നമ്മൾ ഹാഫ് ബോയിൽ ആയതാണ്. ഇനി നമുക്കൊരു 15 മിനിറ്റ് നിന്നാൽ മതി. പെട്ടെന്ന് വേഗം. ഇത് ഈസിയാണ് കേട്ടോ ഈ ചിക്കൻ കറി. ഇനി ഒന്ന് വേകട്ടെ. അപ്പോൾ എൻ്റെ ചിക്കൻ കറി നല്ല ടേസ്റ്റ് ചിക്കൻ കറി നല്ലപോലെ വെന്ത് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ടെന്നറിയോ? ഇത് കണ്ടോ, നമ്മുടെ ഉലുവയില്ലേ, ഉലുവയുടെ ഇല പൊടിച്ചതാണ്. കസ്തൂരി മേന്തി എന്ന് പറയും ഇതിണ്ടല്ലോ. ഇതിട്ട് നമ്മൾ കുറച്ചിങ്ങനെ കയ്യിലിട്ട് ഇങ്ങനെ തിരുമ്പി ഇടുവാണെങ്കിൽ നല്ല സ്മെല്ല്, നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്കറിയാം ഒരുപാട് ഗുണങ്ങളൊക്കെ അറിയാലോ. നമ്മുടെ ആയുർവേദത്തിലൊക്കെ ഭയങ്കര യൂസ്ഫുൾ. നല്ല സ്മെല്ലും ടേസ്റ്റും കിട്ടാനൊക്കെ ഒത്തിരി നല്ലതാണ്. ഇവിടെ നമ്മൾ ഇടുവാണല്ലോ, നമ്മുടെ പരിസരം ഫുൾ ആ സ്മെല്ലായിരിക്കും. അപ്പം ഞാൻ അതിനകത്ത് ഇട്ടാം കേട്ടോ. കുറച്ച് കസ്തൂരിമേന്തി ഇടാം കേട്ടോ. ഇത് കുറച്ച് നല്ലപോലെ ഇങ്ങനെ തിരുമ്പളേ അതിൻ്റെ ടേസ്റ്റ് വരത്തുള്ളൂ. ഇങ്ങനെ ഇതുണ്ടോ, എന്നിട്ട് നമുക്കിതിനകത്ത് ഇട്ടാൽ മതി. ഇട്ട് കഴിഞ്ഞൊരു 2 മിനിറ്റ് വെന്താൽ മതി. വേകുമ്പോഴത്തേക്ക് എൻ്റെ സ്മെല്ലും അതിൻ്റെ ടേസ്റ്റൊക്കെ പെട്ടെന്ന് പിടിക്കും കേട്ടോ. ഉപ്പുണ്ടോ നോക്കട്ടെ. ഉപ്പൊക്കെ ഉണ്ട്. ചിക്കൻ കറി ഇങ്ങനെ കിടന്ന് തിളയ്ക്കുന്ന കണ്ടോ. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് കണ്ടോ, ആ കസ്തൂരിമേന്തൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. പൗഡറിൻ്റെ ഇലയില്ലേ, ഇത് നമുക്ക് എല്ലാ സ്റ്റോറിലും കിട്ടും. ഇല്ല ബിഗ് ഷോപ്പിലൊക്കെ കിട്ടും, ബസാറിലൊക്കെ കിട്ടും കേട്ടോ. ഇത് നമ്മുടെ നാട്ടിൽ ഇത് യൂസ് ചെയ്യണം നിങ്ങളെല്ലാവരും. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് ഭയങ്കര റയറാന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെ എല്ലായിടത്തും എല്ലാവരും ഇത് നല്ല സ്മെല്ല്, കല്യാണത്തിനൊക്കെ എക്സ്പെഷ്യലി സ്മെല്ല് കിട്ടാനും നല്ല ടേസ്റ്റ് കിട്ടാനൊക്കെ യൂസ്ഫുള്ളാണ്. പിന്നെ അറിയാലോ അതിനൊക്കെ ഒത്തിരി ഗുണങ്ങളുള്ളതാണ് മെയിനായിട്ട് അവരിടുന്നത്. കാരണം ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലായിടത്തും നല്ല അതിനകത്ത് ഗുണങ്ങളുള്ള. എൻ്റെ ചിക്കൻ ഇവിടെ റെഡിയായി, നിങ്ങൾ കണ്ടല്ലോ. ഈ നമുക്ക് പൂരിക്കും ചപ്പാത്തിക്കും ബിരിയാണിക്കും എല്ലാത്തിനും നല്ല സമ്മ ടേസ്റ്റാണ് കേട്ടോ. ഞാൻ വെറുതെ പറയുന്നല്ല, നല്ല സ്മെല്ലും നല്ല ടേസ്റ്റാണ്. നമ്മളെല്ലാം ഫ്രൈ ചെയ്താണല്ലോ അരച്ചത്. നമ്മുടെ നാട്ടിൽ ഫ്രൈ ചെയ്യുന്നില്ല, ഡിഫറെൻ്റ് ആയിട്ട് ഫ്രൈ ചെയ്ത് അരച്ചിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്, നല്ല സ്മെല്ലുണ്ട്. കാരണം കസ്തൂരിമേന്തിയുടെ ഉലുവയുടെ ഇലയിൽ ഉലുവ നല്ല മണമാണ്. അപ്പം നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റ് ഇടണം കേട്ടോ. കമൻറ്റ് ഇടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ബെൽ ബട്ടൺ. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെപ്പോഴും ഒരേ തരത്തിൽ ചിക്കൻ തിന്നും മടുത്തിട്ടുണ്ടാവില്ലേ കറി. അപ്പോൾ ഇതുപോലെ ഒരു പ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്ത് നോക്കും. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ബൈ, ടേക്ക് കെയർ.